ഒന്നോ രണ്ടോ അല്ല, 45 വർഷങ്ങളായി മലയാളികളുടെ ഇടയിൽ, സംഗീത പ്രേമികളുടെ ഇടയിൽ സംഗീതത്തിൻ്റെ എല്ലാമായി കൂടെയുള്ള ആളാണ് MG ശ്രീകുമാർ. ചില ശബ്ദങ്ങൾ മനസ്സിൽ പതിയും. എപ്പോൾ പാടിയാലും എവിടെ പാടിയാലും അത് ആരാണെന്ന് മനസ്സിലാക്കാൻ ഒട്ടും പ്രയാസം തോന്നില്ല. അങ്ങനെ ഒരു ശബ്ദത്തിനുടമ കൂടിയാണ് അദ്ദേഹം. മലയാളത്തിൻ്റെ എല്ലാമായ മോഹൻലാലിൻ്റെ സിനിമകളിലെ ഗാനങ്ങൾ കേട്ട് ഇതാണോ അദ്ദേഹത്തിൻ്റെ ശബ്ദമെന്ന് കരുതിയ ഒരു കുട്ടിക്കാലം പോലും പലർക്കും ഉണ്ടായിട്ടുണ്ടാകും. ഇന്ന് ഒരിക്കൽ കൂടി ആ മനോഹര ശബ്ദം തരുൺമൂർത്തി സംവിധാനം ചെയ്ത മോഹൻലാൽ അഭിനയിച്ച തുടരുമെന്ന സിനിമയിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ കാതുകളിൽ അലയടിക്കുന്നു. പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഫീലാണ് കൺമണിപ്പൂവേ എന്ന പാട്ടിന്. MG ശ്രീകുമാർ തൻ്റെ പാട്ട് വിശേഷങ്ങൾ പങ്കുവെച്ചത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. എല്ലാം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. സംഗീതമാണ് എല്ലാം. എത്രയോ പുതിയ പാട്ടുകളാണ് ഇന്ന് വരുന്നത്. ഓരോന്നും ഓരോ രീതിയിലുള്ളവ. അതിൽ ചിലത് പാടാനും അവസരം കിട്ടാറുണ്ട്. എല്ലാം ഒരു ഭാഗ്യമാണ്. തുടരും സിനിമയിലെ പാട്ടുകൾ ഇന്നും മലയാളികൾ കേൾക്കുന്നുണ്ട്. അതൊക്കെ വലിയ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. പിന്നെ മാറി വരുന്ന സംഗീതം നല്ല സംഗീതമാകണമെന്നുള്ള പ്രതീക്ഷയാണ് തനിക്കുള്ളത്. വർഷങ്ങളായി ഞാൻ സിനിമയിൽ പാടുന്നുണ്ട്. പലതരത്തിലുള്ള രീതിയിലുള്ള ഗാനങ്ങളാണ് ആലപിക്കുന്നത്. അതിൽ തന്നെ മെലഡിയും ഫാസ്റ്റ് നമ്പറും എല്ലാം ഉണ്ട്. അന്ന് അതൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പോഴും അതൊക്കെ കേൾക്കുന്നവരും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരും ഒരുപാടാണ്. തുടരും സിനിമയിലെ പാട്ട് തന്നെ സംബന്ധിച്ച് മഹാഭാഗ്യമാണ്. പുതിയ സിനിമകളിൽ കുറേ പാടിയിട്ടുണ്ട്. പക്ഷേ തൻ്റെ ആശങ്ക അല്ലെങ്കിൽ ഒരു സംശയം എന്നത് എന്തുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നതാണ്. എല്ലാം ന്യൂജൻ പാട്ടുകളാണ്. അത് മോശമാണെന്നൊന്നുമല്ല പറയുന്നത്. പാടിയതെല്ലാം മനോഹരമായ പാട്ടുകൾ തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ സിനിമയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ ആ പാട്ടുകളെ മാറ്റുമ്പോൾ അതിനെ ആവിഷ്കരിക്കുന്ന ശൈലിയും രീതിയും എല്ലാം വ്യത്യസ്തമാവുകയാണ്. അപ്പോൾ ആ പാട്ടുകൾ സിനിമയിൽ പശ്ചാത്തല സംഗീതത്തിന് പകരം ഉപയോഗിക്കുന്ന ഒരു കാര്യമായിട്ട് മാറുകയാണെന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. എന്നാൽ പ്രേക്ഷകർ അതും സ്വീകരിക്കുന്നുണ്ട്. പഴയ പാട്ടുകൾ പോലെ അല്ല പുതിയ പാട്ടുകൾ. ഒരുപാട് മാറി. തലമുറ തന്നെ മാറി. പുതിയ പാട്ടുകൾ പാടുന്നത് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. പുതിയൊരു സിനിമയിൽ ടൈറ്റിലിൽ തന്നെ നോക്കിയാൽ 8 ഗായകരുടെ പേരൊക്കെ കാണാം. സിനിമയിൽ എല്ലായിടത്തും 2 വരിയും 3 വരിയും ഒക്കെ വെച്ച് ആ പാട്ടുകൾ പോകുന്നുണ്ട്. അതായത് സിനിമയുടെ ഇടയിൽ തന്നെ ഈ പാട്ടുകളൊക്കെ പോകുന്നുണ്ട്. ചിലപ്പോൾ ഇത് റെക്കോർഡിംഗ് ആണോ എന്ന സംശയമൊക്കെ വരും. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് തരുൺമൂർത്തിയുടെ തുടരും. അതിനകത്തുള്ള കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ എന്ന ഗാനം ആസ്വാദകർക്ക് ഒരു ആശ്വാസമായിട്ടാണ് തനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും അവരൊക്കെ അത് ആസ്വദിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുമ്പോൾ സിനിമയ്ക്ക് അനുയോജ്യമായ പാട്ടുകൾ വേണം. മിന്നൽ മുരളിയിലെ നിറഞ്ഞ താരകങ്ങളൊക്കെ 4 വരി പാടിയതിന് ശേഷം പിന്നെ ഡയലോഗാണ്. പക്ഷേ പ്രേക്ഷകർക്ക് അതെല്ലാം ഇഷ്ടമായി. അപ്പോൾ സംഗീതത്തിൻ്റെ ഗതി മാറിയും തിരിഞ്ഞും കിടക്കട്ടെ. ന്യൂജൻ പാട്ടുകളും വരട്ടെ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പാട്ടുകളും വരട്ടെ എന്നാണ് തൻ്റെ ആഗ്രഹം. ഇപ്പോൾ റിലീസിൻ്റെ കാലമല്ലേ. എത്ര സിനിമകളാണ് വീണ്ടും പ്രേക്ഷകർക്ക് മുൻപിൽ എത്തുന്നത്. അതിൻ്റെ ഒപ്പം പാട്ടുകൾ വീണ്ടും ഹിറ്റാവുകയാണ്. ചോട്ടാ മുംബൈ ആരാധകർ ഏറ്റെടുത്ത് കഴിഞ്ഞല്ലോ. ചെട്ടികുളങ്ങര പാട്ടിനൊക്കെ ആളുകൾ നൃത്തം ചെയ്യുന്നതും ഏറ്റുപാടുന്നതുമെല്ലാം എന്ത് രസമാണ്. അതൊക്കെ കേൾക്കാൻ ഇപ്പോഴും ആളുകളുണ്ട്. തിയേറ്ററിലെ ബഹളം കണ്ട് ഞാൻ തന്നെ അതിശയിച്ചു പോയിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ടവർക്കടക്കം ഇത്തരം പാട്ടുകൾ ഇഷ്ടമാണ് എന്നതാണ്. കൊണ്ടാട്ടം പാട്ടും അതുപോലെയാണ്. എല്ലാവർക്കും ആ പാട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു മാറ്റം എനിക്ക് കാണാൻ സാധിച്ചു. ഒരു നല്ല മാറ്റമാണത്. നല്ല പാട്ടുകളും നമുക്ക് വേണ്ടേ. നീണ്ട 7 വർഷങ്ങൾക്ക് ശേഷമാണ് അമേരിക്കയിൽ സംഗീത പരിപാടിക്ക് പോയത്. അവിടെയുള്ള ആളുകളുടെ പ്രതികരണം ശരിക്കും അത്ഭുതപ്പെടുത്തി. അവരുടെ പ്രതികരണം പറഞ്ഞറിയിക്കാനാവില്ല. തൻ്റെ കൂടെ സ്റ്റീഫൻ ദേവസിയും ഉണ്ടായിരുന്നു. ചില പാട്ടുകൾ മുഴുവനായി പാടി. പിന്നെ ചില പാട്ടുകളുടെ അനുപല്ലവിയും പല്ലവിയും ചേർത്തുള്ള കോമ്പിനേഷനും ഉണ്ടായിരുന്നു. പിന്നെ തുടരും തന്നെ അവിടെയും തുടർന്നു. കൊണ്ടാട്ടം പാടാതെ ഇറങ്ങി വരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. വേൽമുരുക ഹരോഹര മുതൽ മോഹൻലാലിൻ്റെ പാട്ടുകൾ പാടി. മറ്റൊരു കാര്യം, 20 വർഷങ്ങൾക്ക് ശേഷമാണ് അമേരിക്കയിൽ ഒരു സ്റ്റേജിൽ നരസിംഹത്തിലെ ധാങ്ങിണക്ക ദില്ലം ദില്ലം പാട്ട് പാടിയത്. പക്ഷേ ഈ സമയത്തും അവരത് ആഘോഷിക്കുന്നു.
അത് വലിയൊരു കാര്യം തന്നെയല്ലേ. ഇനി അദ്ദേഹത്തിന്റെ ഒപ്പം മുതൽ തുടരും വരെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ തുടരും സിനിമയെ തൻ്റെ ജീവിതത്തിലെ മഹാഭാഗ്യമായിട്ടാണ് കാണുന്നതെന്നാണ് MG ശ്രീകുമാർ പറയുന്നത്. 2016 ഒപ്പം സിനിമയായിരുന്നു. അതിനകത്തെ പാട്ടുകളൊക്കെ ഹിറ്റായപ്പോൾ എനിക്കൊരു പുനർജന്മം കിട്ടിയ പോലെ ആയിരുന്നു. എവിടെ തിരിഞ്ഞാലും ഒപ്പത്തിലെ പാട്ടുകൾ തന്നെ. പിന്നെ ഞാൻ പാടുന്നുണ്ട്, ഇവിടെയൊക്കെ തന്നെയുണ്ട്. എന്നാൽ ഒപ്പത്തിന് ശേഷം ഒരു മെഗാ ഹിറ്റ് കിട്ടുന്നത് തുടരുമാണ്. അത് തുടർന്നുകൊണ്ടിരിക്കട്ടെ, പടങ്ങൾ ഇനിയും വരട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന. തുടരും സിനിമയിൽ ഒരു പ്രൊമോഷൻ സോങ്ങായി എടുത്തതാണ് കൊണ്ടാട്ടം പാട്ട്. അവസാനം പാടിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ആ പാട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് സിനിമയിൽ എങ്ങനെയെങ്കിലും ചേർക്കണമെന്ന് താല്പര്യം വന്നു. പക്ഷേ ആ പാട്ടിന് യോജിച്ചൊരു ഭാഗം സിനിമയിൽ വേണമെന്ന് തരുൺ പറഞ്ഞു. ഒരു ദിവസം മോഹൻലാൽ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ശ്രീകുട്ടാ നമുക്കിത് ഷൂട്ട് ചെയ്യണമെന്ന്. അങ്ങനെയാണ് അത് സംഭവിച്ചത്. പിന്നീട് മോഹൻലാൽ എന്നോട് പറഞ്ഞു, ഇനിയിപ്പോൾ ശ്രീകുട്ടൻ ഒരു വർഷത്തേക്ക് പാടിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ. ഇൻട്രോ ആയി, ഇൻ്റർവെല്ലായി, ക്ലൈമാക്സുമായി എന്നെല്ലാം പറഞ്ഞു. ആദ്യം പറഞ്ഞത് തനിക്ക് മനസ്സിലായില്ല. അതായത് ഗാനമേളകളിൽ തുടക്കം ധാകണക്ക് തില്ലം തില്ലം, ഇടവേളയ്ക്ക് കൊണ്ടാട്ടം, വേൽമുരുക ഹരോഹര അവസാനവും ഇടാമെന്നാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്. ഈ പാട്ടൊക്കെ ഗാനമേളയിൽ സ്ഥിരം പാടുന്ന പാട്ടുകളാണല്ലോ. തുടരുമെന്ന സിനിമയിൽ പാടുന്ന കാര്യം ഒട്ടും പ്രതീക്ഷിച്ചതല്ല. സിനിമയിലെ ഒരു പാട്ട് എന്ന ധാരണയിൽ പോയതാണ്. എന്നാൽ ഇത്രയും ആകുമെന്ന് വിചാരിച്ചില്ല. ഇപ്പോൾ റെക്കോർഡിംഗ് ഒക്കെ ഒരുപാട് മാറി, പഴയ കാലം പോലെയല്ല. അന്നത്തെ റെക്കോർഡിംഗ് അനുഭവവും ഇന്നത്തേതുമെല്ലാം തന്നെ സംബന്ധിച്ച് അനുകൂലമായാണ് വന്നത്. എല്ലാം അറിയാനും അനുഭവ സമ്പത്ത് നേടാനും പറ്റി. അന്ന് ചുരുങ്ങിയ സമയം കൊണ്ടാണ് റെക്കോർഡിംഗ് ഒക്കെ നടന്നിരുന്നത്. ഇന്ന് ഒന്നിനും ടെൻഷൻ വേണ്ട, എല്ലാം ഡിജിറ്റലായി. സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല, എന്തോ ഒരു ശക്തി തന്നെ മുന്നിലോട്ട് നയിക്കുന്നു. അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. സ്റ്റേജിൽ കയറി പാടാൻ നേരത്ത് നമുക്കൊരു പവർ വേണം. അതെല്ലാം ആ സമയത്ത് എങ്ങനെയോ വരും. എൻ്റെ ഭാര്യ, ഗുരുക്കന്മാർ, അവരുടെ എല്ലാം പ്രാർത്ഥന കൂടെയുണ്ട്. ഇതായിരുന്നു MG ശ്രീകുമാർ തൻ്റെ കരിയറിനെ പറ്റി പറഞ്ഞ വാക്കുകൾ.